ഹലോ ഡിയേഴ്സ്, ഈ കാണുന്ന റിയോ പ്ലാന്റ് ഇല്ലേ, ഒറ്റ ചെടി ഇതുപോലെ ബുഷിയാക്കി വളർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെ വിശ്വാസം വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തെളിവ് സഹിതമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യമൊന്നുമല്ല, വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്നുകൂടി പരീക്ഷിച്ച് നോക്കിയപ്പോൾ സക്സസ് ആണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ കൂട്ടത്തിൽ വേറൊരാളും കൂടി കാണുന്നുണ്ടല്ലേ, അതൊക്കെ ഞാൻ വഴിയെ പറയണ കഥയിലെ കഥാപാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് കാണാമല്ലേ. അപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് ചെനപ്പുകൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ വന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് നിൽക്കുന്നത്, വളരെ തിക്കായിട്ട് വളർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരൊറ്റ ചെടിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഈ കാണുന്ന പോലെ ഒരൊറ്റ ചെറിയ കമ്പെന്നും കൂടി പല ചെടിയുടെ ഒരു അവശിഷ്ടത്തിൽ നിന്നാണ് ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് സംഭവിച്ചത് ചെടി ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള സ്ഥലത്തൊക്കെ നിന്ന് അത് ചീഞ്ഞ് തുടങ്ങി. പിന്നീട് മഴയൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പോയി, പിന്നെ അത് വെയിൽ വന്നപ്പോൾ ഉണങ്ങി തുടങ്ങിയൊരവസ്ഥയിലാണ് ഞാൻ ചെടി കണ്ടെത്തിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെടി നട്ടിട്ടാണ് പിന്നീട് എനിക്ക് അതുപോലെ വളർത്തിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ചെടിയുടെ കഷ്ണമല്ല ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു, അതുപോലത്തെ തന്നെ വേറേതാണ് നട്ടത്. അത് വളർന്നു വന്നപ്പോഴാണ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി വീണ്ടും ആ ഭാഗത്ത് പോയിങ്ങായിട്ട് ഞാൻ ഇതേപോലത്തെ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇത് നട്ടിട്ടാണ് നമുക്ക് ഇതുപോലെ ഉണ്ടായത്. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടി ചെയ്തതല്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും ഞാൻ വിചാരിച്ച പോലെയല്ല ചെടി വളർന്നു വന്നത്. ഞാൻ ഒരൊറ്റ ചെടിയായിട്ട് വളരുമെന്ന് വിചാരിച്ചത് ഒരുപാട് മുകുളങ്ങളായിട്ട് വളരണം കണ്ടപ്പോൾ ഞാൻ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഫോട്ടോസും ചെറിയ വീഡിയോസൊക്കെ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയും ചേർത്തിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു ചെടിയുടെ കടഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് മുകുളങ്ങൾ ഇങ്ങനെ വളർന്ന് പൊട്ടി അറുത്ത് വരാമെന്നൊക്കെ പറയില്ല, അതുപോലെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു റിയോ ചെടി തന്നെ എത്രത്തോളം വലിപ്പം വെക്കും നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒരു ചെടിയിൽ ഒരു 5-6 അതിൽ കൂടുതലും മുകുളങ്ങൾ ഇങ്ങനെ പൊട്ടി വന്ന് അത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ എത്രത്തോളം ബുഷിയാവും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കേടായ ചെടിയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണത് അല്ലേ. അപ്പോൾ ഇനി ഹെൽത്തി ആയിട്ട് നിൽക്കണ ഒരു റിയോ പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്കത് ഇതുപോലെ ബുഷിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ പ്രൂണിങ് ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കണ പോലെ തന്നെ നമ്മുടെ ടിപ്പിയിലുള്ള മെരിസ്റ്റം പോയി കഴിയുമ്പോൾ ലാറ്ററൽ മെരിസ്റ്റം കൂടുതൽ അതിൽ നിന്ന് എന്താ പറയുക, നാമ്പുകളെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇത് തിക്കായിട്ട് വളരണത്. അപ്പോൾ ഒരു ചെടി ഇപ്പം നിങ്ങൾക്ക് കണ്ട ഒരു 3 തണ്ടുകൾ നട്ടിട്ടാണ് നമുക്ക് നേരത്തെ കണ്ട പോലെ അത്രയും ബുഷിയായിട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഒരൊറ്റ ചെടി തന്നെ നമുക്ക് അത്രത്തോളം ബുഷിയാക്കി വളർത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയാം. അതിന് മുമ്പായിട്ട് നമ്മൾ റിയോ പ്ലാന്റ് നല്ല രീതിയിൽ വളരണമെങ്കിൽ എപ്പോഴും നല്ല ഡ്രെയിനേജ് ഉള്ളൊരു പോട്ടി മിക്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ കുറച്ച് മണ്ണലൊക്കെ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ലൈറ്റിൻ്റെ ലഭ്യത അനുസരിച്ച് റിയോ പ്ലാന്റിൻ്റെ കളറിലും മാറ്റം വരുന്നത് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള ചെടികളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് വേണം നമ്മൾ കളറ്. ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പിങ്കിഷ് കളർ കൂടുതലായിരിക്കും. നമ്മൾ കുറച്ചും കൂടി ഷെയ്ഡഡ് റീജിയനിൽ വെക്കുകയാണെങ്കിൽ അതിൽ ഗ്രീനിഷ് കളറായിരിക്കും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടുതൽ പേർക്കും അറിയണ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഇതുപോലെ ഈ ഒരു സ്റ്റേജിൽ തന്നെ വളർന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വന്ന നാമ്പുകളാണ് ഇതുപോലെ തിക്കായിട്ട് വളർന്ന് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെം എന്ന് തോന്നുമ്പോൾ തന്നെ പുതുതായിട്ട് വന്ന നാമ്പുകളിലെ കൂമ്പ് ഭാഗം നമ്മൾ ഒന്ന് നുള്ളിക്കളയുക. അതായത് നമ്മൾ എന്തെങ്കിലും ബ്ലേഡൊക്കെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം, നമ്മൾ പ്രൂണൊക്കെ ചെയ്യണ പോലെ തന്നെ. അപ്പോൾ നുള്ളിയാൽ മതി എന്നാണല്ലോ പറഞ്ഞതെന്ന് വിചാരിക്കേണ്ട. അത് ഇതുപോലെ ഡാമേജായി തുടങ്ങിയ ചെടികളൊക്കെയാണെങ്കിൽ നമുക്ക് കൈവച്ച് പെട്ടെന്ന് തന്നെ നുള്ളി മാറ്റാൻ പറ്റും. അല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ഒരു 3 ലീഫൊക്കെ താഴെ വെച്ചും അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്ചുറായിട്ടുള്ള സ്റ്റെം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പുതിയ ബഡ്സൊക്കെ വന്ന് അതെല്ലാം പുതിയ ചെടികൾ പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഒരെണ്ണം ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുഴിച്ചിടുകയാണ് കേട്ടോ. അതും കൂടി വളർന്ന് വന്നപ്പോഴാണ് നമ്മൾ ഫസ്റ്റ് കണ്ടായ ഒരു പോട്ട് അത്രയ്ക്ക് തിക്കായിട്ടുള്ളത്. അത് ഞാൻ ഒരൊറ്റ പ്രാവശ്യം മാത്രം അതിൻ്റെ മോൾ ഭാഗം നട്ടപ്പം മാത്രം നുള്ളി കളഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മളൊന്നും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വന്ന പുതിയ തലപ്പും കൂടി ഒന്ന് എല്ലാം പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ അതുമ്മലും നിറയെ, അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്റ്റെമ്മുമ്മൽ ഒരു 6-7 വീതം ഒരു
പുതിയ പുതിയ റിയോ പ്ലാന്റ്സ് നിറഞ്ഞ് നിൽക്കുകയാണ്. ആ ഓരോ പ്ലാന്റ്സുമ്പോഴും വീണ്ടും 6-7 പ്ലാന്റ്സ് വീതം ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു പോട്ടല്ല, ഇതിനേക്കാൾ വലിയ പോട്ട് വരെ നമുക്ക് ഒരൊറ്റ പ്ലാന്റ് വെച്ച് തിക്കാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഏതായാലും ഞാൻ ഇത് ഇത്രക്ക് ബുഷി ആയതുകൊണ്ടാണ് ഇതിലത് ചെയ്യാത്തത്. ഇനി മറ്റൊരു പോട്ടിൽ ഒരൊറ്റ പ്ലാന്റ് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നീട് ഇതിലൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഏതായാലും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇനി അതുപോലെ ഒന്ന് തിക്കാക്കി എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഭംഗിയായിരിക്കും കാണാനുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസോമെഡിയറി.